ഇത് നിസാമുദ്ദീൻ കഴിഞ്ഞ ഞായറാഴ്ച സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് 2 അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായി തൻ്റെ ജീവൻ പോലും വില കൽപ്പിക്കാതെ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് ഇറങ്ങി തിരിച്ച ചെറുപ്പക്കാരൻ. നമുക്ക് മാതൃക ഒരുപാടുണ്ട് നിസാമുദ്ദീനിൽ നിന്നും. നമുക്ക് നിസാമുദ്ദീനോട് നേരിട്ട് ചോദിക്കാം. ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറയാം. ഞാനെൻ്റെ ഫ്രണ്ടും കൂടി ഫീൽഡ് വണ്ടി സർവീസ് വേണ്ടി പോയത്. അപ്പം വണ്ടി സർവീസ് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്. സൗണ്ട് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഇവനും നമ്മളെ തന്നെ വേറെ സുഹൃത്തും വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ടൈം, ഒരു 1-2 മണിക്കൂർ ടൈം എടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി അവർ പയ്യനങ്ങാടി ഷോറൂമിലാണ് വണ്ടി കൊടുത്തത്. അങ്ങനെ അവർ ഇങ്ങനെ എടുക്കുക റൂട്ടും കൂടെ നടക്കുമ്പോൾ ഒരാൾ വന്ന് വിളിച്ചു, ഒരു തമിഴനാണ് അയാൾ വന്ന് വിളിച്ചു. അങ്ങനെ അപ്പോൾ ഇവരാണെന്ന് അറിയാം, തമിഴ് ഇവരെ വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവർ നോക്കുമ്പോഴേക്കും മനസ്സിലായി എന്തോ അപായ സൂചന എന്ന് പറയാം. ഇവർ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ 2 ആളുകൾ കിണറിൽ ശ്വാസം കിട്ടാതെ ഇവിടുന്ന് മേലെ നോക്കിയിട്ട് തന്നെ മനസ്സിലാവേണ്ട അവസ്ഥയൊക്കെ. അങ്ങനെ ഇവന് ഒന്നും നോക്കാതെ പാൻ്റ് അയച്ച് അടിയിൽ ബർമുണ്ട് വേഗം ഇറങ്ങി. ഈ വിളിച്ച ആള് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഈ പെട്രോൾ ഉള്ളതാണ്, ഒന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇവനെ അതിങ്ങനെ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് പെട്രോൾ, ശ്വാസം കിട്ടില്ല. ഞങ്ങൾ മേലെ നിന്ന് നോക്കുന്നവർ കാണുന്നുണ്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കുറച്ച് ഒരു 3-4 മിനിറ്റ് അതിൽ നിന്നേക്കുന്നു. അങ്ങനെ പിന്നെ ഇവനെ കയറ് കെട്ടിക്കൊടുത്ത് ഇതിനുള്ളിൽ കയറ് കെട്ടിക്കൊടുത്ത് അവരെ കയറ്റിയപ്പോൾ പിന്നെ ഇവനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവന്റെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു ആൾക്കാരെ. അങ്ങനെ പിന്നെ വേറെ കയറുണ്ടായിരുന്നു, അതിലൂടെ ഇവനും കയറി രക്ഷപ്പെട്ടു. ഒരു തമിഴ്നാട്ടുകാരെ എവിടുത്തായിരുന്നു വിളിച്ചത് അണ്ണന്. അവനാദ്യം കിണറിൽ പകുതിയോടെ ഇറങ്ങിയിട്ട് മേലെ കയറില്ല. അപ്പൊ അവനൊരു വാക്കിനോട് പറഞ്ഞില്ല അങ്ങനെ സംഭവം ഉണ്ട്. അങ്ങനെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇറങ്ങിയാൽ മതിയല്ലേ. നമ്മുടെ നാട്ടിൽ സാധാ കിണറാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പെട്ടുവരാം. പിന്നെ ഞാൻ ഇറക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടി. അതിനുള്ളിൽ ഇറങ്ങി പിന്നെ കയറാൻ നേരത്ത് നിങ്ങൾ ചെന്നപ്പോ 2 ആൾ കിണറ്റിന്റെ ഉള്ളിലുണ്ട് അല്ലേ? ഒരാളിങ്ങനെ കിടന്ന് കരയുന്നുണ്ട്, നേരെ കയറാൻ പറ്റാണ്ട്. നിങ്ങളെങ്ങനെ കയറില് അതിന്റെ ഇറങ്ങുമ്പോ ഒരുപാട് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, ഇറക്കിയിട്ടാണ്. പക്ഷെ കയറുന്ന ടൈമില് ഇവരൊക്കെ ഈ കയറ് കൊടുത്തിട്ട് ഇവരെ കയറ്റി. ഞാൻ അടിയിൽ ഇറങ്ങിയതിന് ശേഷം 2 പേരും കയറിട്ട് കെട്ടിട്ട് മേലെ കയറ്റി കൊടുത്തു. നിങ്ങൾ കെട്ടി ഇവരെ കെട്ടിയിട്ട് മേലുള്ള ആൾക്കാർ വലിച്ചു കയറ്റി. അപ്പൊ അവര് ഗേറ്റിന്റെ ഞാൻ പറയുന്നുണ്ട് കയറ് പിടിക്കാൻ. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഇറങ്ങിയ കയറ് അവിടെ ഉണ്ട്, അത് പിടിക്കാനാ പറയുന്നത്. പക്ഷെ ഇവരെല്ലാരും അപ്പൊ മറ്റുള്ള 2 പേരെ അങ്ങനെ കുറച്ചു നേരം അതിനോട് കുടുങ്ങിപ്പോയി. നിങ്ങൾ അതിന്റെ ഈ ശ്വസിക്കാൻ പറ്റാത്ത ഞാൻ ആകെ ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് നിന്നിട്ടുള്ളൂ. പക്ഷെ ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ അതിനുള്ളിൽ അത്രയും എന്റെ കണ്ണ് വരെ കാഴ്ച ബ്ലറായിപ്പോയി. ഇത്രയും പ്രോബ്ലമാണ് അതിനുള്ളിൽ. നിങ്ങൾ കുറച്ച് സമയം ഒന്ന് പേടിച്ചു പോയില്ലേ? കണ്ണിലൊക്കെ ഒരു ഇറ്റടച്ച്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പിന്നെ കയറിട്ട് ഒന്ന് മേലൊന്നില്ലേ? നിങ്ങളെ കൂടെ വന്ന ഞാൻ ഇറങ്ങിയ കയറ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇറങ്ങുന്ന ടൈമില് ആൾക്കാർ കൈകൊണ്ട് പിടിച്ചിട്ടാണ് എന്നെ ഇറക്കിയത്. ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ആ കയറ് വിട്ടിട്ട് മറ്റൊരു കയറി നിന്നു. ആ കിണറിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം, വായു ഇല്ലാത്തതാണോ അതോ മറ്റു വല്ല? കിണറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാല് പെട്രോളിന്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞാൻ അറിയായിരുന്നു ഉള്ളിലിറങ്ങിയപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലെത്താതെ ഒരു ഫീലാണ്. നമ്മൾ ശ്വാസം നമ്മൾ കിട്ടാത്തോളം പിന്നെ വലിച്ചിങ്ങനെ കയറ്റാണ്. ഓരോ പ്രാവശ്യം വലിക്കുമ്പോൾ ബുദ്ധിമുട്ട് കൂടി വരാം. ഇപ്പൊ ഈ സംഭവം ഇപ്പൊ എന്തെങ്കിലും അസ്വസ്ഥതകൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എങ്ങനെ? അതിന്റെ ഹോസ്പിറ്റലില് എത്തിയിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ അവിടെ ആദ്യം കുറച്ചാൾക്കാർ പറഞ്ഞു നിലത്തുനിന്ന് കിടന്ന് റോൾ ചെയ്ത് വെക്കും. ഞാൻ അങ്ങനെ ചെയ്തു. അതിന് ശേഷം എന്നോട് പറഞ്ഞു ഓടി നോക്കാൻ. ഞാൻ ആ കിണറിന്ന് റോട്ടിൽ 10-200 മീറ്റർ ഉണ്ട്. ഞാനൊന്ന് ഓടി നോക്കി. അവിടത്തെ റോട്ടിലേക്ക് ഓടിക്ക് റെഡിയാണ്. ഞാനവിടെ കിടന്നു. പിന്നെ എന്നെ ആരൊക്കെ എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എവിടെ പോയത്? ഹോസ്പിറ്റലിൽ അല്ല, അവിടെ എടുത്ത ഹോസ്പിറ്റലുണ്ട്. ഏത് ഹോസ്പിറ്റൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവിടുന്ന് എനിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് ഞാൻ ഏകദേശം ഓക്കെ ആയി. അങ്ങനെ പിന്നെ അവിടുന്ന് കോട്ടയിലേക്ക് പോകാം.
ഇപ്പൊ എന്തെങ്കിലും അസ്വസ്ഥതകളോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് വൈകുന്നേരം ആകുമ്പോൾ ചില പോകാൻ തോന്നുന്നു. പക്ഷെ എന്നാലും ഒരു മനസ്സിലൊരു വലിയൊരു ഇതുണ്ടല്ലേ, ഒരു നല്ല കാര്യം ചെയ്യാനായി എന്നുള്ള. ഇപ്പോഴും ഇപ്പൊ തൊട്ടടുത്തുള്ള പ്രശാന്തിന് പോയിട്ടല്ലേ നിങ്ങൾ ഇത് ഓക്സിജൻ എടുക്കുന്നുണ്ട്? എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഒരുപാട് ആളുകൾക്ക് നല്ലൊരു മെസ്സേജാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് നല്ലൊരു മെസ്സേജാണ് നിസാമിന്റെ അടുത്ത് നിന്നുണ്ടായത്. നിസാം മുമ്പും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അയൽവക്കങ്ങളിലൊക്കെ എന്തെങ്കിലും അറിയാണ്ട് പോവാണ്. അവിടെ യാദൃശ്ചികമായിട്ട് അവൻ തന്നെ മുന്നിലെത്തി ആ കാര്യങ്ങളിൽ നേതൃത്വം ഏറ്റു. കാരണം നിസാമിന്റെ ആദ്യമുള്ള ഇതാണ് അങ്ങനെയൊക്കെ കേൾക്കാൻ കഴിഞ്ഞ ആൾക്കാർ ഇവിടെയുള്ള അയൽവാസികളുടെ അഭിപ്രായം കിട്ടിയിട്ട് അങ്ങനെയാണ്. വേണ്ടത് എന്താ വെച്ചാൽ